2 മണിവരെ ഞങ്ങൾ സർജറി ആയിരുന്നു രാത്രി. പക്ഷേ ഈ പേഷ്യൻസ് നമ്മളത് പോകാൻ സമ്മതിക്കില്ല. എന്നിട്ട് 2 മണിയാകുമ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ കിടന്നുറങ്ങും. ആമിൻ വരുമ്പോഴോ അല്ലെങ്കിൽ റൈറ്റ്സ് വരുമ്പോഴൊക്കെ പേഷ്യൻ്റ് മരിച്ചു പോകും. ഇത്രയും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസം ഞാൻ 3 രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നു ഗൾഫിൽ. അതായത് ദുബായിൽ സർജറി കഴിഞ്ഞിട്ട് അന്ന് ബഹ്റിനിലേക്ക് പോകും. ബഹ്റിനിൽ സർജറി കഴിഞ്ഞിട്ട് മസ്കറ്റിൽ വരും. ഈ ലൈഫ് എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സ്കില്ലിലേക്ക് കൂടുതൽ വരുന്നതും അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതും അതിനുവേണ്ടി വർക്ക് ചെയ്യും. നമ്മളുടെ കത്തിയുടെ അടിയിൽ ഒരു പേഷ്യൻ്റ് വന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ അത്രയധികം നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ ആ പേഷ്യൻ്റ് വന്ന് കിടക്കുന്നത്. ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അത് നമ്മുടെ കൂടുതൽ എക്സ്പേർട്ടാണ് ഡോക്ടർ ഹഫീസ് റഹ്മാൻ. സോ വെൽക്കം ടു എൻട്രീസ് ഹെൽത്ത് കെയർ ടോക്ക്. ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഒരു ഡോക്ടറിനെ കൊണ്ടുവരണം എന്നൊരു ഇതുണ്ടായിരുന്നു. തോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മൈൻഡിൽ വന്ന പേര് ഡോക്ടറിൻ്റേതാണ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാര്യം വെച്ച് തുടങ്ങാം. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്നലെ ഞാൻ സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു 9:30. അപ്പോൾ സാറ് പറഞ്ഞു സാർ കേസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സാർ കുറേ സർജറീസ് അറൗണ്ട് 1 lakh സർജറീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെ ഒരാൾക്ക് ഇത്രയും സർജറീസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഞാൻ ആലോചിക്കുകയായിരുന്നു. എങ്ങനെ ഹൗ ഇസ് പോസിബിൾ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് 2 പേഷ്യൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞു സാറ് രാവിലെ തന്നെ 2 സർജറി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. സർ ഇത്ര എക്സ്പീരിയൻസ് ഇത്ര വർഷമായിട്ട് എങ്ങനെ സാധിക്കും അത്രയും എന്താ പറയുക ഒരു മടുപ്പില്ലാണ്ട് സാർക്ക് എങ്ങനെയാണിത് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് പറയാമോ? അതിൽ ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു മടുപ്പ് വരില്ല. അതില്ല. ഈ പലർക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പം നമ്മളുടെ ഒരു ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ജോലി ചൂസ് ചെയ്യുന്നത് നമുക്ക് ജീവിത വരുമാനം, അത് ജീവിക്കാനുള്ള വരുമാനം കിട്ടാനുള്ളൊരു ജോലിയാണല്ലോ എല്ലാവരും ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്ന് ഉള്ളതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഡോക്ടർമാർ പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാവുന്നതിന് ബിസിനസ്സുകാരൻ പൈസ ഉണ്ടാക്കുന്നു, ഒരാൾ പൈസ ഉണ്ടാവും. ആദ്യം തന്നെ വരിക എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു പൈസ ഉണ്ടാക്കണം, ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ഇതിലുള്ള ഒരു ജോലി ചൂസ് ചെയ്യുക. സത്യം. പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചൂസ് ചെയ്താൽ പൈസ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് എത്ര ചെയ്താലും നമുക്കൊരു മടുപ്പ് വരാത്തൊരു രീതിയിലേക്ക് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. പിന്നെ ഞാൻ ലാപ്രോസ്കോപ്പി തുടങ്ങിയ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊന്നും ലാപ്രോസ്കോപ്പി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് 1989 ഹാരി റിഷ് എന്ന് പറഞ്ഞ പുള്ളി ആദ്യമായിട്ട് ഈ ലാപ്രോസ്കോപ്പി കൂടെ യൂട്രസ് എടുത്ത് മാറ്റിയത്. അത് കീഹോൾ സർജറി വഴി യൂട്രസ് റിമൂവ് ചെയ്തത്. ഞാനത് സ്റ്റാർട്ട് ചെയ്തത് 92. അപ്പോൾ അത്രയും വ്യത്യാസമുള്ളൂ. അതിന് മുമ്പ് ലാപ്രോസ്കോപ്പി വളരെ പ്രിമച്ചുറായിട്ട്, ഈ ക്യാമറയൊക്കെ വരുന്നതിന് മുമ്പ് വളരെ പ്രിമച്ചുറായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടെക്നോളജീസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കില്ല സമയത്ത്. ടെക്നോളജി വരുന്നേ ഉള്ളൂ, ഈ സംഭവം നടക്കുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇപ്പോൾ ഞാനൊക്കെ ലാപ്രോസ്കോപ്പി ആദ്യം ഈ ലാപ്രോസ്കോപ്പിക്ക് കാർബൺ ഡയോക്സൈഡ് കയറ്റണം. ഓക്കെ. അപ്പോൾ അന്ന് ഈ മെഡിക്കൽ ഗ്രേഡ് കാർബൺ ഡയോക്സൈഡ് കേരളത്തിലോ ഇന്ത്യയിലോ പോലും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ആദ്യം ഈ സോഡ ഗ്യാസാണ്. സോഡ ഗ്യാസ്, നമ്മൾ സോഡ ഉണ്ടാക്കുന്ന ഗ്യാസ് ഇല്ല, അത് കാർബൺ ഡയോക്സൈഡ് ആണല്ലോ. അപ്പോൾ ഈ സോഡ ഗ്യാസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. അന്ന് മനോരമ കാർബോണിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കളമശ്ശേരിയിലൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് മെഡിക്കൽ ഗ്രേഡ് കാർബൺ ഡയോക്സൈഡ് ഇത് മാനുഫാക്ചർ ചെയ്യിക്കണം. ഇന്നിപ്പോൾ അത് അവൈലബിൾ ആണ്, മനസ്സിലല്ലേ? അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് ഈ സോഡ ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ ഈ പെരിറ്റോണിയത്തിനകത്ത് റിയാക്ഷനും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അന്ന് പിന്നെ മെഡിക്കൽ ഗ്രേഡ് കാർബൺ ഡയോക്സൈഡ് അവരുണ്ടാക്കി. പിന്നെ അതെടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സിലിണ്ടർ എടുത്തിട്ട് കേരളം മുഴുവൻ അന്ന് സഞ്ചരിക്കുകയായിരുന്നു ഈ സിലിണ്ടറും കൊണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് ഇപ്പോൾ കാലിക്കറ്റൊന്നും അവൈലബിൾ അല്ല, മനസ്സിലല്ലേ? അപ്പോൾ കാലിക്കറ്റ് പോകുമ്പോൾ ഈ സിലിണ്ടർ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യുന്നു ഈ ലാപ്രോസ്കോപ്പി അത്ര നോൺ ആയിരുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് സാറാണ് UAE-ലും അതേപോലെ ബംഗ്ലാദേശിലും ഫസ്റ്റ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്ത സാറാണെന്ന് കേട്ടിട്ടുണ്ട്. മേജർ ലാപ്രോസ്കോപ്പിക് സർജറീസ് ബംഗ്ലാദേശിലേക്ക് വൺ ഓഫ് ദ ഫസ്റ്റ്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ,
ഇവിടെയൊക്കെ ആദ്യമായിട്ട് തന്നെ ലാപ്രോസ്കോപ്പി കൂടെ സർജറി ചെയ്തത്. അന്നൊക്കെ ഈ പ്രസവം നിർത്തുന്ന സർജറി ഉണ്ടായിരുന്നു. അത് സർജറി ആയിട്ടല്ല, അത് ഈ മറ്റേ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നൊരു, അത് 1964 സ്റ്റാർട്ട് ചെയ്തത്. വളരെ ഏർലി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ലാപ്രോസ്കോപ്പി കൂടെ ലാപ്രോസ്കോപ്പിക് സർജറീസ് സ്റ്റാർട്ട് ചെയ്തത് വളരെ ലേറ്റാണ്. ഈ പറഞ്ഞതുപോലെ 92-94 സമയത്താണ് അത് പോപ്പുലറായിട്ട് വരുന്നത്. അന്ന് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ആദ്യമായിട്ട് ഇപ്പോൾ 92-94 ആ സമയത്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത് പോപ്പുലറായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊക്കെ അധികം പേരുണ്ടായിരുന്നില്ല ഈ ലാപ്രോസ്കോപ്പി ചെയ്യാനായിട്ട്. അന്നിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുമ്പം ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യുന്നു. അന്ന് ഞാൻ ഇവിടെ നിന്ന് ബോംബെ, ഡാനു, ഗുജറാത്ത്, പിന്നെ അവിടെ നിന്ന് ഡൽഹി പോവും, ആഗ്ര, അവിടെ നിന്ന് പിന്നെ നമ്മൾ കൽക്കട്ടയിൽ പോവും. കൽക്കട്ടയിൽ നിന്ന് ആസാമിൽ ഗുവാഹട്ടി, സിൽച്ചാർ, പാസിഘട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് പിന്നെ തമിഴ്നാട്ടിൽ ഈറോഡിൽ ചേർന്ന്, ഈറോഡ്, സേലം, കോയമ്പത്തൂർ, കരൂർ, എന്നിട്ടാണ് പിന്നെ അന്ന് കേരളത്തിലേക്ക് ഇവിടെ തിരിച്ചു വരുന്നത്. ഫുൾ ലോകം ഫുള്ള് ചുറ്റിലാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സർജറികൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ സർജറി എന്ന് പറയുന്നത് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ആ എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ ഒരു തിയറി പഠിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് എത്ര കൂടുതൽ ചെയ്യുന്നോ അത്രയും കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. പേഷ്യൻ്റ് ബെനിഫിറ്റും കിട്ടും, സർജനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇനി ആർക്കെങ്കിലും ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് എല്ലായിടത്തും ചെയ്യുന്നുണ്ടല്ലോ ഈ കാര്യം. അന്ന് കുറച്ച് പേരേ ഉള്ളത് ചെയ്യാനായിട്ട് ആ സമയത്ത്. അതായത് ഒരു കാര്യം പറയാം, നമ്മൾ സിൽച്ചാറൊക്കെ ചെല്ലും. ആസാമിൽ സിൽച്ചാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ആ സിറ്റി മുഴുവൻ ബാനേഴ്സ് കെട്ടും. ഇന്നാള് വരുന്നുണ്ട് ഈ ലാപ്രോസ്കോപ്പി ചെയ്യാനായിട്ട്, ഒരേ ഒരു അവസരം. ലാപ്രോസ്കോപ്പി കൂടെ ഒരു പൊളിറ്റിക്കൽ ഇതുമാതിരിയാണ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ടമാനം പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ വെച്ചാൽ ഞാൻ രാവിലെ 6 മണിക്ക് സർജറി തുടങ്ങും. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കല്ലാട്ട് ചെയ്യുന്നത്, 4 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടമാനം ഡോക്ടേഴ്സ് ഉണ്ടാവും. ഒരു 10-25 ഡോക്ടേഴ്സ്, ഗൈനക്കോളജിസ്റ്റ്, അതും പ്രൊഫസേഴ്സും ആൾക്കാരൊക്കെയാണ്. നല്ല സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. നമ്മളാണ് ആ ആക്ച്വൽ കാര്യം ചെയ്യുന്ന നമ്മളാണ്. ഇപ്പോൾ ട്രോക്കാർ ഇടുന്നതും പേഷ്യനെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ബാക്കിയുള്ളവർ ചെയ്യും. ആ സർജറി മാത്രം നമ്മൾ പോയി ചെയ്തിട്ട് അടുത്ത ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും. അപ്പോൾ 4 ഓപ്പറേഷൻ തിയേറ്റർ ഒന്നിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഈ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജൂനിയർ ആൾക്കാരില്ല, അവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സും അങ്ങനത്തെ സീനിയർ ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്കതൊരു റിസ്ക് ഇല്ല പേഷ്യൻറ്റിന് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ സർജറി ചെയ്തു പോയാലും പേഷ്യൻസിനെ നോക്കണ്ടേ. അപ്പോൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് ചെയ്താൽ 2 മണിവരെ ഞങ്ങൾ സർജറി ആയിരുന്നു രാത്രി. അപ്പോൾ എന്നിട്ട് 2 മണിയാകുമ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ കിടന്നുറങ്ങും. ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ 6-7 മണിക്ക് സർജറി പിന്നെയും തുടങ്ങും. കാരണം അന്ന് അവിടെ സിൽച്ചാറിലൊരു മിലിറ്ററി എയർപോർട്ടാണ്. അപ്പോൾ 2 മണിക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ ഈ 2 മണിക്ക് ഫ്ലൈറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കൊടുക്കും ഫ്ലൈറ്റ്. അപ്പോൾ ഈ 2 മണിക്ക് ചിലപ്പോൾ സർജറി തീരൂല. സർജറി എന്ന് വെച്ചാൽ പേഷ്യൻസ് തീരൂല. പക്ഷേ ഈ പേഷ്യൻസ് നമ്മളത് പോകാൻ സമ്മതിക്കില്ല. അത് കാരണം ഞങ്ങൾ ബാക്ക് ഡോറിൽ കൂടെ പോകരുത്. ഈ ഫുൾ ടീം നമ്മൾ പതുക്കെ നിർത്തി ആ സർജറിയൊക്കെ തീർത്ത് ബാക്ക് ഡോറിൽ കൂടെ പോയിരുന്നു. അപ്പോൾ അത്രയധികം കേസുകൾ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബീഹാറിലൊക്കെ ചെല്ലുമ്പം, അല്ലെങ്കിൽ ഞാൻ ഈ ഫ്രീ സർജറീസ് കണ്ടമാനം ചെയ്യുന്നു. അതിപ്പോൾ രാജസ്ഥാൻ, ബീഹാർ, മുസഫർ നഗർ, അങ്ങനത്തെ സ്ഥലങ്ങൾ, യുപിയിലൊക്കെ ഒരുപാട് ഫ്രീ സർജറി. ആ സമയത്ത് ടൈമിൽ ഹോസ്പിറ്റലൊക്കെ ഡെവലപ്പായിട്ട് വരുന്നല്ലോ ബീഹാർ. സൺറൈസോ അവിടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഡെവലപ്മെൻ്റ് ഇല്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ദിവസം ഞാൻ ബീഹാറിൽ മുസഫർ നഗർ എന്ന് പറഞ്ഞിട്ടില്ല, മുസഫർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പം അവിടെ ഈ ലാപ്രോസ്കോപ്പി പഠിപ്പിക്കൽ, എൻ്റെ വേറൊരു എന്ന് വെച്ചാൽ അന്ന് ഈ ലാപ്രോസ്കോപ്പി പഠിപ്പിക്കലാണ് ഇപ്പോഴും. അതാണ് എൻ്റെ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ലാപ്രോസ്കോപ്പി പഠിപ്പിക്കാൻ ചെന്നപ്പോൾ ഏകദേശം 200ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ലാപ്രോസ്കോപ്പി ചെയ്തത് സ്ക്രീനിൽ കാണിക്കുക, വലിയ സ്ക്രീൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അനസ്തീഷ്യ എക്യുപ്മെൻറ്റ്സ് നമ്മൾ എക്സാമിൻ ചെയ്യുമല്ലോ ചെന്നുമ്പോൾ. അപ്പോൾ ഈ അനസ്തീഷ്യ എക്യുപ്മെൻറ്റ്സ് നോക്കിയപ്പോൾ ഒരു സാധനമില്ല മര്യാദയ്ക്ക്. അയ്യോ. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ അനസ്തീഷ്യ ഇതിങ്ങനെ കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നു? അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്താ അറിയോ? നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ പേഷ്യൻസ് മരിച്ചു പോകും. ഇവിടെ ഫാമിൻ വരുമ്പോഴോ അല്ലെങ്കിൽ റൈറ്റ്സ് വരുമ്പോഴൊക്കെ പേഷ്യൻ്റ് മരിച്ചു പോകും. പക്ഷേ സർജറി ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ കുറേ സംഭവിക്കും. ഡോക്ടർ ലാപ്രോസ്കോപ്പി പഠിപ്പിക്കാനല്ലോ വന്നേ, അത് ഡോക്ടർ പഠിപ്പിക്കുക, ബാക്കി ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പ്രോപ്പറായിട്ടുള്ള അനസ്തീഷ്യ എക്യുപ്മെൻറ്റ്സ് വരുത്തിയിട്ട് ഞാൻ സർജറി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ആ രീതിയിലുള്ള സിറ്റുവേഷൻ ഉള്ള സ്ഥലങ്ങൾ കണ്ടമാനമുണ്ട് അന്നൊക്കെ. മനസ്സിലായി. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തും അങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മളിത് പഠിപ്പിച്ച് ആ ഒരു ഇതിൽ ഇമ്പ്രൂവ് ചെയ്ത് പല കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന്. പക്ഷേ ഇപ്പോഴൊക്കെ ലാപ്രോസ്കോപ്പി മിക്ക സ്ഥലങ്ങളിലും, ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഞാൻ ആദ്യം ചെല്ലുമ്പം ഈ ലാപ്രോസ്കോപ്പി കൂടെ ഹിസ്റ്റക്ടമി ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അന്ന് രാജസ്ഥാനിൽ ഒരു സ്ഥലത്തെ അന്ന് ഹിസ്റ്റക്ടമി ചെയ്യുന്നുള്ളൂ മൊത്തം രാജസ്ഥാനിൽ. അതായത് മാസത്തിൽ 5-6 കേസുകൾ ഈ ലാപ്രോസ്കോപ്പിയുടെ ഹിസ്റ്റക്ടമി ചെയ്യുന്നുള്ളൂ. ഇന്ന് 2500ഓളം കേസുകൾ ലാപ്രോസ്കോപ്പിയുടെ ഹിസ്റ്റക്ടമി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര അധികം നമ്മൾ ആൾക്കാർ, അപ്പോൾ രാജസ്ഥാനിലൊക്കെ ആൾക്കാർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിത് പോയിട്ട് ലാപ്രോസ്കോപ്പി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത്രയധികം നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സർജിക്കൽ ബെനിഫിറ്റ് കിട്ടും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ പാകിസ്ഥാനിൽ പോയിരുന്നു ഞാൻ ഓൾമോസ്റ്റ് റെഗുലറായിട്ട്. ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ഇത്രയും പ്രശ്നങ്ങളൊന്നും അവിടെയും പോയിട്ട് ചെയ്തിട്ടുണ്ട്. കാർഗിലിന് മുമ്പാണ്. അപ്പോൾ അന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക അവിടെയൊക്കെ പോയിരുന്നു. അപ്പോൾ ഈ പാകിസ്ഥാനിലൊക്കെ പോകുമ്പോൾ അതിന് രസകരമായിട്ടുള്ള, അന്ന് പാകിസ്ഥാനിൽ ആദ്യമായിട്ട് മേജർ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്ത് ഞാനാണ്. ഈവൻ ബംഗ്ലാദേശിലാണെങ്കിലും, ബംഗ്ലാദേശിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് പഠിപ്പിച്ചത്. അവരെയൊക്കെ നമ്മൾ ഈ ലാപ്രോസ്കോപ്പി ചെയ്യാൻ പഠിപ്പിച്ചതും. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഒരു ദിവസം ഞാൻ 3 രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ഗൾഫിൽ. അതായത് ദുബായിൽ സർജറി കഴിഞ്ഞിട്ട് അന്ന് ബഹ്റിനിലേക്ക് പോകും. ബഹ്റിനിൽ സർജറി കഴിഞ്ഞിട്ട് മസ്കറ്റിൽ വരും. എന്നിട്ട് തിരിച്ച് ദുബായിൽ വീട്ടിലേക്ക് വരും. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ വെറുതെ ഓടിയാണ് സർജറി ചെയ്യുന്നതല്ല. എനിക്കൊരു വലിയൊരു ടീമുണ്ട് എന്നെ ബാക്കപ്പ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ദുബായിൽ നമ്മൾ ആ സർജറി ചെയ്യുന്ന എസെൻഷ്യൽ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് 6-7 ഗൈനക്കോളജിസ്റ്റ് അവിടെ ഉണ്ട്. മീൻസ് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കില്ലിന് വേണ്ടി മാത്രമാണ് എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ബാക്കി പേഷ്യൻറ്റ് നോക്കാനും ഒക്കെ ബാക്കി ആൾക്കാരുണ്ട്, സീനിയർ ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്കില്ലിൽ മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ വേറെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഈ ഒരു കാര്യം മാത്രം, രാവിലെ എഴുന്നേറ്റാലും ഉറങ്ങുന്നത് വരെ ഈ ഒരു കാര്യം മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയധികം സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത്ര ടയേർഡാവില്ല. അത് കൂടാതെ തന്നെ നമ്മൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ മെഡിക്കൽ സയൻസിലാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഇന്നലല്ല മിഞ്ഞാന്ന് ഞാൻ ലുധിയാനയിലുണ്ടായിരുന്നു. ലുധിയാനയിൽ അവിടെ മെഡിക്കൽ കോളേജിൽ. അപ്പം ഞാൻ അവിടുത്തെ ഡിന്നറിന് HOD ആയിട്ട് സംസാരിച്ചപ്പം അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സ്പെസിഫിക് സ്കില്ലിൽ ഇൻട്രസ്റ്റഡ് ഉള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അതിപ്പോൾ ഗൈനക്കോളജി എന്ന് പറയുകയാണെങ്കിൽ പ്രസവമുണ്ട്, ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, ലാപ്രോസ്കോപ്പി ഉണ്ട്, 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ട് ഒന്നിൽ മാത്രം സ്കില്ലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ എങ്ങനെ ചെയ്യുന്ന ഡോക്ടറെ, എല്ലാവർക്കും ഇപ്പോൾ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലേ, അപ്പോൾ അത് വിടാൻ പറ്റുമോ? അപ്പം ഞാൻ അവിടുത്തെ ഇനോഗ്രൽ സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് സ്കില്ല്, നിങ്ങൾക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ നോക്കണ്ട, ഈ ബ്രെഡ് ആൻഡ് ബട്ടർ നോക്കിയിട്ടുള്ള കാര്യമാണ് ശരിയാവാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിത മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുക, അതാണ് ശരിയാ. നമുക്ക് ഇഷ്ടമുള്ളതിൽ ജോലി ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അത് മാത്രം ചെയ്യാം. നിങ്ങൾക്ക് ഡെലിവറി എടുക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ഒബ്സ്റ്ററ്റിക്സ് ആണ് ഇഷ്ടമെങ്കിൽ അത് മാത്രം ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ പേഷ്യൻറ്റിനും ബെനിഫിറ്റ് ഉള്ളൂ, ഈ ഡോക്ടർക്കും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ബെനിഫിറ്റ് ഉള്ളൂ, ഡോക്ടറും ആ ലൈഫ് എൻജോയ് ചെയ്യും. സത്യം. ഈ ലൈഫ് എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സ്കില്ലിലേക്ക് കൂടുതൽ വരുന്നതും അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതും അതിനുവേണ്ടി വർക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആ റൂമിൽ നിന്ന് സാർ ഇറങ്ങി വന്നപ്പോൾ സാർ ഒരു പ്ലസൻ്റായിട്ട് ചിരിച്ചു. കാരണം അത്ര 2 സർജറി കഴിഞ്ഞിട്ട് സാറിനൊരു മടുപ്പില്ല. ഞാൻ അപ്പോൾ ആലോചിച്ചു, എങ്ങനെ ഈ അല്ല സർജറി നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് ആയപ്പോൾ നമുക്കിവിടെ വരുന്ന സർജറീസ് എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് റെഫേർഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് റെഫേർഡ് ആയിട്ട് ഇവിടെ പേഷ്യൻസ് വരുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുനിന്നാണെങ്കിലും അത് വേറെ സ്ഥലത്ത് ചെയ്യാൻ പറ്റാത്തൊരു സർജറിയാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സർജറികൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? സത്യം. അതൊരു സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ കൂടുതലൊരു സന്തോഷം വേറെ വരുന്നില്ല. ഒരു ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജൻ ആവാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ഈ ഒരു ഫീൽഡിലേക്ക് വരാനൊരു തോന്നിയൊരു സംഭവം എന്തായിരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അബദ്ധത്തിന് പറ്റിയതാണ്.
അതായത് ഈ പറഞ്ഞ പോലെ ഞാനും പണ്ട് ഇപ്പോൾ ലുധിയാനയിലെ പ്രൊഫസർ പറഞ്ഞ പോലെ ഞാനും പണ്ട് ഈ ഗൈനക്കോളജി എടുത്തു. ഗൈനക്കോളജി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഗൈനക്കോളജി എടുത്തു. ഞാനന്ന് PVS ഹോസ്പിറ്റൽ എറണാകുളത്ത് ആണ് ആദ്യമായിട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അഹമ്മദാബാദിലാണ് പഠിച്ചത്. അപ്പോൾ സർജിക്കൽ എക്സ്പോഷർ നല്ലോണം ഉണ്ടായിരുന്നു. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ നല്ല സർജിക്കൽ എക്സ്പോഷർ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും ഇതുപോലെ പ്രസവം ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസ് ചെയ്യാം, കുറച്ച് സർജറിയൊക്കെ ചെയ്യാം, ഇങ്ങനെ എല്ലാം കൂടി ഒരു പ്രാക്ടീസൊക്കെ ബിൽഡപ്പ് ചെയ്യുക, അങ്ങനെ ഒരു ഡോക്ടർ ആവാന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ PVS ഇരിക്കുമ്പോൾ അന്ന് അവിടെ 5 ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ലേഡീസ്. അപ്പോൾ ഈ പ്രസവത്തിന് ആരും എൻ്റെ അടുത്ത് വരില്ല, മനസ്സിലല്ലേ? കാരണം വെച്ചാൽ പരിചയമുള്ള ആൾക്കാർ ഒട്ടും വരില്ല. പരിചയമില്ലാത്ത ഒരു 5 സീനിയർ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് അവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? അപ്പോൾ ഒരു മാസം ഇരുന്നിട്ട് പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഡോക്ടർ ഫിലിപ്പ് ആസ്റ്റിൻ ഉണ്ടായിരുന്നു, ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്. ഫിലിപ്പ് ആസ്റ്റിനൊക്കെ ഭയങ്കര പ്രാക്ടീസ് ഉള്ളൊരു സമയമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ റൂമിൽ ഞാൻ വാതിൽ തുറന്നാൽ 3-4 പേഷ്യൻസ് ഇങ്ങോട്ട് വരും. കാരണം തൊട്ട ഓപ്പോസിറ്റ് പുള്ളിയുടെ OP. അവിടെ ഭയങ്കര ക്രൗഡായിട്ട് ഈ പേഷ്യൻ്റ് ഈ വാതിൽ തുറക്കാത്ത കാരണം ഇതിൽ ചാരി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്, മനസ്സിലല്ലേ? അപ്പം ഞാനകത്തിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ലാസ്റ്റ് ഒരു പേഷ്യൻറ്റിനെ ഫിലിപ്പ് ആസ്റ്റിൻ റെഫർ ചെയ്ത്, ഒരു സർജിക്കൽ പേഷ്യൻറ്റ് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. അത് അപ്പം തന്നെ സർജറി ചെയ്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടന്നു പോകില്ല, ഇതിങ്ങനെ പ്രാക്ടീസ് നടന്നു പോകില്ല. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ 5 ഗൈനക്കോളജിസ്റ്റ് അടുത്ത്. അന്ന് എനിക്ക് ഈ ലാപ്രോസ്കോപ്പി ഈ മറ്റേ സ്റ്റെറിലൈസേഷനൊക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ മറ്റേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാം. അന്ന് H. രമേശ് പതുക്കെ ലാപ്രോസ്കോപ്പി എക്യുപ്മെൻ്റൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഡോക്ടർ ലാപ്രോസ്കോപ്പി സർജറിക്ക് വേണ്ടി ഒരു പേഷ്യനെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ഈ ക്യാൻസർ സർജറിയൊക്കെ എക്സ്പോഷർ ഉള്ളത് കാരണം എനിക്കത് ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യാനും പറ്റി എൻ്റെ ഭാഗ്യത്തിൽ. അവിടെ നിന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഈ ലാപ്രോസ്കോപ്പി നല്ല രസമുണ്ട്, അപ്പോൾ അത് ചെയ്യാമെന്നുള്ളതിൽ ആണ് ഞാൻ കൊള്ളാലോ ഈ ലാപ്രോസ്കോപ്പി. അപ്പോൾ പിന്നെ ഞാൻ ലാപ്രോസ്കോപ്പിയിലേക്ക് മാത്രം തിരിഞ്ഞ് ഈ പ്രസവം പരിപാടികൾ ശരിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ലാപ്രോസ്കോപ്പിയിലേക്ക് മാത്രം തിരിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രസവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് മാത്രമേ വരുമായിരുന്നുള്ളൂ. അന്ന് എൻ്റെ അടുത്ത് പറയുന്ന ആൾക്കാർ, അതായത് ഇത് ഡോക്ടർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് പിക്കിയില്ല. അത് മാത്രമല്ല ഏത് നേരം ഞാൻ കോൺഫറൻസിന് നോക്കും, പഠിക്കലും ഇതൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് പിക്കിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്താലും നമ്മൾ ആ ഒരു ലെവലിൻ്റെ മുകളിൽ ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രാക്ടീസൊക്കെ തനിയെ വന്നോളും. കാരണം വെച്ചാൽ പേഷ്യൻസ് നമ്മൾ അന്വേഷിച്ച് വന്നോളും. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം മുഴുവൻ പേഷ്യൻസ് നമ്മൾ അന്വേഷിച്ച് ഇവിടെ വരും, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ആ ഒരു ഫോക്കസാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മെഡിക്കൽ പ്രാക്ടീസിലേക്ക് വേണ്ടത്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ വെച്ചാൽ നമ്മളുടെ കത്തിയുടെ അടിയിൽ ഒരു പേഷ്യൻ്റ് വന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം നമ്മളെ വിശ്വസിച്ചിട്ടല്ലേ ആ പേഷ്യൻ്റ് വന്ന് കിടക്കുന്നത്. അത് നമ്മളൊരു മരുന്ന് കൊടുക്കുന്ന കാര്യമല്ല. നമ്മളുടെ കത്തിയുടെ അടിയിൽ വന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കത്തി 1 മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അവരുടെ ജീവൻ്റെ കാര്യമാണ്, മനസ്സിലല്ലേ? അപ്പം അതിൽ നമ്മൾ അത്രയും ഫോക്കസ്ഡ് അല്ലാതെ നമ്മൾ ചെയ്യരുത്. നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് അത്ര നന്നായിട്ട് പരിചയമുണ്ട്, അത്ര നന്നായിട്ട് ഇതാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം. അല്ലാതെ ഇടയ്ക്കൊരു രസത്തിന് നമ്മൾ സർജറി ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഇടയ്ക്ക് പോയിട്ട് അവിടെ പ്രസവം എടുക്കും, പിന്നെ രസത്തിന് ഇവിടെ സർജറി ചെയ്യും, പിന്നെ കുറച്ച് ഇൻഫെർട്ടിലിറ്റി അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നുള്ളൊരു അഭിപ്രായമുള്ള